ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെട്ടിരുന്ന പിരമിഡുകളിലൊന്നാണ് ഈജിപ്തിലെ ഗിസ പിരമിഡുകൾ. പിരമിഡുകളുടെ സുരക്ഷാ മാർഗങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് എങ്ങനെയാണ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിരമിഡ് കൊള്ളയടിക്കാൻ സാധിച്ചത്? എന്തായിരുന്നു ശരിക്കും പിരമിഡുകളുടെ ഉള്ളിൽ? കഥ തുടങ്ങുന്നത് പുരാതന ഈജിപ്തിലാണ്. പുരാതന ഈജിപ്തുകാരുടെ വിശ്വാസമനുസരിച്ച് മരണമെന്നത് പുതിയൊരു ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വാതിൽ മാത്രമായിരുന്നു. ആത്മാവ് ഒരിക്കലും മരിക്കുകയില്ല എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള പുതിയ ജീവിതത്തിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്യുന്ന അവരുടെ ശവശരീരത്തിനോടൊപ്പം കൂട്ടി. ശവശരീരം നശിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവർ ശവശരീരം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ വിലപിടിപ്പുള്ള തൈലങ്ങളും എണ്ണകളും ഉപയോഗിച്ച് അത് സംരക്ഷിച്ചു പോകും. ശവശരീരത്തിൻ്റെ കൂടെ ഹൃദയം മാത്രമേ അവർ കൂടെ വെച്ചിരുന്നത്. ബാക്കി അവയവങ്ങളെല്ലാം മാറ്റി വേറെ ചെറിയ ചെറിയ പെട്ടികളിലും ജാറിലുമാക്കിയാണ് വെച്ചിരുന്നത്. അതിന് കാരണം അവർ വിശ്വസിച്ചിരുന്നത് ഹൃദയമാണ് എല്ലാ ബുദ്ധിയുടെയും കേന്ദ്രം എന്നുള്ളതുകൊണ്ടാണ്. ഇത് വളരെ ചെലവ് പിടിച്ചൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ വലിയ ധനികരും രാജാക്കന്മാരും ഇങ്ങനെയുള്ള മമ്മിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തിരുന്നു. ബാക്കി സാധാരണപ്പെട്ട ആളുകളും പാവപ്പെട്ടവരുമെല്ലാം ഒന്നെങ്കിൽ അവർക്ക് പണമില്ല എങ്കിൽ തങ്ങളുടെ ജീവിതം മരണം കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിച്ച് തൃപ്തിയടയുകയും അല്ലെങ്കിൽ ചെറിയ ചെറിയ പിരമിഡുകൾ കിട്ടി അവരുടെ ചെറിയ സമ്പാദ്യം അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് ഒരാളെ ആയിരിക്കണമെന്നില്ല. തങ്ങളുടെ മരണശേഷമുള്ള പുതിയ ജീവിതത്തിന് വേണ്ടി ആവശ്യമായ അടിമകളെയും മൃഗങ്ങളെയും കന്നുകാലികളെയും സ്വയമേയുള്ള മരണത്താലെയോ അല്ലെങ്കിൽ കൊന്നോ അവർ മമ്മിഫിക്കേഷൻ ചെയ്യും. ഗിസയിൽ കാണുന്ന പിരമിഡുകൾ ഈജിപ്ത് ഭരിച്ചിരുന്ന 3 രാജാക്കന്മാരുടെ. ഈ പിരമിഡുകളെല്ലാം ഇത്രയും വലുതാവാൻ കാരണം തന്നെ ആ പിരമിഡിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ സ്വത്തുക്കൾ കൊണ്ടാണ്. ഇത്രയും വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിരമിഡുകൾ എന്നൊരു ഇഷ്ടസങ്കേതമായിരുന്നു. ഇതിനെ പ്രതിരോധിക്കുവാൻ അന്ന് ജീവിച്ചിരുന്ന രാജാക്കന്മാർ ചെയ്തിരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കൊള്ളയടിക്കപ്പെട്ടവർ പിടിക്കപ്പെട്ടാൽ ഭയാനകമായ ശിക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിക്കുകയോ ചെയ്യുകയായിരുന്നു. രണ്ടാമതായി പിരമിഡിൽ തൊടുന്നവർക്കോ കയറുന്നവർക്കോ ഫറവോൻ്റെ ശരീരത്തിൽ തൊടുന്നവർക്കോ ശാപം ഉണ്ടാകുമെന്ന് ഭിത്തികളിലും പിരമിഡിലും മറ്റും എഴുതി വെക്കുന്ന ഒരു രീതിയായിരുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പിരമിഡ് പണിയുമ്പോൾ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പെട്ടെന്ന് ഫറവോൻ്റെ ശവശരീരം കവാടത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വഴികൾ പിരമിഡിൻ്റെ അകത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇനി അഥവാ ഫറവോൻ്റെ ശവകവാടത്തിന് മുമ്പ് കൊള്ളക്കാരും മറ്റും എത്തിയാൽ തന്നെ അവിടെ നേരത്തെ തന്നെ കൊള്ളയടിക്കപ്പെട്ടിരുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ടെങ്കിലും കള്ളന്മാരും കൊള്ളക്കാരും നിരാശപ്പെട്ട് മടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചായിരുന്നു ഇത് ചെയ്തിരുന്നത്. എന്നാൽ ഈ പദ്ധതികളൊന്നും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എതിരെ ഫലം കണ്ടില്ല എന്ന് വേണം പറയുവാൻ. ഇതിന് കാരണം ഈ കൊള്ളക്കാരും കള്ളന്മാരും ഈ പിരമിഡ് ഉണ്ടാക്കിയവരെ തന്നെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ രഹസ്യ കവാടങ്ങളും രഹസ്യ വഴികളും തെറ്റിദ്ധരിപ്പിക്കുന്ന വഴികളും ഒക്കെയും മനസ്സിലാക്കി എന്നിട്ട് കൊള്ളയടിക്കാൻ പോയി. കള്ളന്മാർ വിലപിടിപ്പുള്ള രത്നങ്ങളും ആഭരണങ്ങളും മാത്രമായിരുന്നില്ല കൊള്ളയടിച്ചിരുന്നത്. പിരമിഡിൽ സൂക്ഷിച്ചിരുന്ന മമ്മികളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അതിനുള്ള കാരണം പഴക്കം ചെന്ന മമ്മികൾക്ക് വളരെയധികം ഔഷധ ഗുണം ഉണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ അന്ന് മോഷ്ടിക്കപ്പെട്ട മമ്മികൾക്കെല്ലാം വളരെയധികം വിലയായിരുന്നു. ഇന്നും ഗിസയിലെ പിരമിഡുകളിൽ മമ്മികളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കള്ളന്മാർ പണ്ടേ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നും അതല്ല വളരെ രഹസ്യമായ അറകളിലാണ് അവരുടെ മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്നതും എന്നതായ വാദങ്ങളും എന്തായാലും ഇതുവരെയൊന്നും നമുക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം